ഈ നിമിഷം ഞാൻ വിചാരിച്ചാൽ മേഡം എൻ്റെ വഴിക്ക് വരും. നിങ്ങളെ തറയ്ക്കാനുള്ള ആയുധം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾ മറക്കണ്ട. നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായി. കൂടിപ്പോയാ നീ നിന്റെ കയ്യിലുള്ള വീഡിയോ കാണിച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യും, ഭീഷണിപ്പെടുത്തും. അത്രയല്ലേ ഉള്ളൂ. നാണമില്ലേടി നിനക്ക് ഇപ്പോഴീ തറ ബ്ലാക്ക്മെയിലിംഗുമായിട്ട് ഇറങ്ങാൻ? ദേ, ഇതൊരു ഓപ്പൺ കോമ്പറ്റീഷനാ. ധൈര്യം ഉണ്ടെങ്കിൽ നേർക്ക് നേർക്ക് നീ വാ. ഞാൻ കളത്തിലിറങ്ങി കഴിഞ്ഞു. മുഖാമുഖം നിന്ന് പോരാടാൻ ധൈര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ എടുത്ത് പരണത്ത് വെച്ചിട്ട് നീയും കളത്തിലേക്ക് ഇറങ്ങ്. നീ പെണ്ണാണെങ്കിൽ കുറുക്കുവഴി ഉപയോഗിക്കുകയല്ല വേണ്ടത്, ബുദ്ധി ഉപയോഗിക്ക്. ഒരു തുറന്ന യുദ്ധത്തിനിറങ്ങ്. അതിനുള്ള ധൈര്യം ഉണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ സമ്മതിച്ചു. നിങ്ങൾ ഒരു വീഡിയോ കാണിച്ച് ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്യില്ല. ഇപ്പം ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാം. വരുന്ന 7-ാം തീയതി ഞങ്ങൾ അഡ്വാൻസ് കൊടുത്ത അതേ പ്രോപ്പർട്ടി എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കും. പറ്റുമെങ്കിൽ അതൊന്ന് തടഞ്ഞു കാണിക്ക്. സോമശേഖരനെ, ഇപ്പൊ ഞങ്ങളുടെ കയ്യിലെ കളിപ്പാവയാ. നീ ജയിക്കില്ല നിധി. ജയിച്ച് കാണിക്ക്. കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് കാണാം. ഞാൻ കരുതി ഗൗതം ഉറങ്ങിക്കാണുമെന്ന്. എങ്ങനെ ഉറക്കം വരാന്? ഇതൊക്കെ ചെയ്തത് പുറത്തുനിന്നുള്ള ഒരാളായിരുന്നെങ്കിൽ അത് നമ്മുടെ ആരും അല്ലെന്ന് കരുതി വിട്ടുകളയായിരുന്നു. ഈ വസുന്ധരാമ ഇങ്ങനെ ഓരോരോ പണികൾ ഒപ്പിക്കുന്നത് ഇത് എത്രാമത്തെ പ്രാവശ്യ? ഇവരെയൊക്കെ വേണം യഥാർത്ഥ കുലംകുത്തികളെന്ന് വിളിക്കാൻ. വസുന്ധരാമയെ പോലെയുള്ളവരുടെ യാതൊരു എത്തിക്സും കാണിക്കേണ്ട ആവശ്യമില്ല. ആ വീഡിയോ എടുത്ത് പ്രയോഗിക്കാതിരിക്കാൻ അവർ മുൻകൂട്ടി ഒരു ആയുധം എടുത്ത് എറിഞ്ഞത് കണ്ടോ, കളത്തിലിറങ്ങി കളിക്കാൻ. പക്ഷെ ആ വീഡിയോയും നിയമത്തിന്റെ മുന്നിൽ ചെന്നാൽ യാതൊരു വിലയും ഇല്ലാതായി പോയില്ലേ? അതൊരു റിയൽ ഇൻസിഡന്റ് അല്ലല്ലോ. അതുകൊണ്ട് തന്നെയാ ഞാൻ വലിയ കടുംപിടുത്തം പിടിക്കാത്തത്. ഇതിലിപ്പോ അതിലൊരു നിയമസാധ്യത ഉണ്ടെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ അത് ഉപയോഗിക്കില്ല ഗൗതം. വസുന്ധരാന്റി പറഞ്ഞതുപോലെ ഈ യുദ്ധം കളത്തിലിറങ്ങി തന്നെ ഞാൻ ജയിക്കും. എന്ത് കോൺഫിഡൻസിലാണ് നിധി നീ പറയുന്നത്? ആ പ്രോപ്പർട്ടി നമുക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിലുള്ള അവസ്ഥ നിനക്കറിയാലോ. ഈശ്വരമംഗല ഗ്രൂപ്പിന്റെ ചെയർമാൻ പോസ്റ്റ് നഷ്ടപ്പെട്ടത് മുതൽ എങ്ങനെയും അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവർ. ഇത് കൃത്യമായിട്ട് അവരൊരു അവസരമാക്കി എടുക്കുകയും ചെയ്തു. ഗൗതം ടെൻഷൻ ആവാതെ. നമ്മൾ പോകുന്നത് നന്മയുടെ വഴിയില്ല, ജനസേവനത്തിന്റെ വഴിയില്ല. അതിന് ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഒരു വഴി എന്റെ മുന്നിൽ തെളിഞ്ഞു കാണുന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്റെ മുന്നിൽ ഇപ്പൊ ബ്ലാങ്ക് ആണ്. നമ്മുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലും നമ്മൾ ഇതുപോലെ ഇരുട്ടിൽ തപ്പിയിട്ടില്ലേ, ഒറ്റപ്പെട്ടിട്ടില്ലേ? ഇനി എന്തെന്നറിയാതെ നമ്മൾ കുഴങ്ങിയിട്ടില്ലേ? പക്ഷെ അവിടെയെല്ലാം പരാജയപ്പെടാതെ തന്നെ നമ്മൾ മുന്നേറിയിട്ടുണ്ട്. അതെങ്ങനെയാ? അത്തരം അവസരങ്ങളിലെല്ലാം നമുക്ക് വെളിച്ചം തന്നിട്ടുള്ളത് ഗൗതമിന്റെ നെഞ്ചോട് ചേർന്ന് കിടന്ന് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ആലോചിച്ചപ്പോഴാ. മനസ്സിൽ ടെൻഷൻ നിറഞ്ഞാൽ ദൈവത്തിന് പോലും നമുക്കൊരു വെളിച്ചം ആവാൻ പറ്റില്ല. വാ ഗൗതം, നേരെ ഒരുപാടായി, വന്ന് കിടക്ക്. എന്നെ ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആലോചിക്ക്. ഒരു വഴി തെളിഞ്ഞു കിട്ടും. വാ.